ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഉണ്ടാക്കുന്നത് മിനി പിസയാണ്. ഓവനും ചീസും ഒന്നും ഉപയോഗിക്കാത്ത പിസയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ റെസിപ്പിയിലോട്ട് പോകാം. ആദ്യം നമുക്ക് പിസയ്ക്ക് വേണ്ട റെഡ് സോസ് ഉണ്ടാക്കാം. റെഡ് സോസിന് വേണ്ടിയിട്ട് 2 വലിയ തക്കാളി 5 മിനിറ്റ് വെള്ളത്തിൽ വേവിച്ചെടുത്തതാണ്. ഇനി ഇതിൻ്റെ തൊലി കളഞ്ഞിട്ട് നമുക്ക് മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. കുരു കളയണമെന്നുണ്ടെങ്കിൽ കുരു കളയാം. നല്ലപോലെ അരച്ചെടുത്തിട്ട് അത് മാറ്റി വെക്കാം. ഈ റെഡ് സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇത് ചൂടാവുമ്പോൾ 2-3 ടേബിൾ സ്പൂണ് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഈ ഒലിവ് ഓയിൽ ചൂടായി വന്നാൽ ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ 1 ടേബിൾ സ്പൂണ് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഈ വെളുത്തുള്ളിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നാൽ ഇതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ സവാള ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് സവാള നല്ല ട്രാൻസ്പെറൻ്റ് ആവുന്ന വരെ വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാള നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. ഇതിനു പകരം എരിവിനനുസരിച്ച് സാധാ മുളക് പൊടി ചേർത്താലും മതി. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വറ്റിച്ചെടുക്കണം. ഇപ്പോൾ ഇത് നന്നായിട്ട് തിക്കായി വന്നിട്ടുണ്ട്. ഇതുപോലെ ആവുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അടുത്തതായി നമ്മൾ ചെയ്യുന്നത് പിസ്സയിലേക്ക് വേണ്ട വൈറ്റ് സോസാണ്. അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ ബട്ടർ പാനിലേക്ക് ഇടാണ്. ഇപ്പോൾ ബട്ടർ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊരു 2-3 മിനിറ്റ് ചെറിയ തീയിൽ ഇളക്കി കൊടുക്കുക. ബട്ടർ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, നെയ്യ് ചേർത്താലും മതി. മൈദ കുക്കായിട്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് ലൂസായി വന്നാൽ ഇതിലേക്ക് 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. കട്ടയൊന്നും പിടിക്കാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പാല് വറ്റി ഒന്ന് തിക്കായി വരുന്നവരെ നമുക്കിത് ചെറിയ തീയിൽ ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ വൈറ്റ് സോസ് റെഡി ആയിട്ടുണ്ട്. ഇതേപോലത്തെ കൺസിസ്റ്റൻസി ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം കുറച്ചൊന്ന് ചൂടാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് പിസയ്ക്ക് വേണ്ട ഡോ ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ബൗളിലേക്ക് 2 കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. 250 ml കപ്പാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുക. പിന്നീട് 1 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് വേണ്ട ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഇനി പൊടികളെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പൊടികൾ മിക്സ് ചെയ്തതിന് ശേഷം 1/4 കപ്പ് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക.
പിന്നീട് 2 ടേബിൾ സ്പൂൺ യോഗർട്ട് അല്ലെങ്കിൽ തൈര് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഒരു 3/4 കപ്പ് ഇളം ചൂടുവെള്ളം എടുക്കണം. അതിൽ നിന്ന് കുറേശ്ശെ ഇതിലേക്ക് ഒഴിച്ചിട്ട് നമുക്കിത് നല്ല സോഫ്റ്റായിട്ട് ഈ മാവ് കുഴച്ചെടുക്കണം. 5 മിനിറ്റോളം നന്നായിട്ട് കുഴച്ചെടുക്കുക. ഇപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ചെറിയ ഉരുളകൾ എടുത്തിട്ട് ഒരു റോളറോ അല്ലെങ്കിൽ നമ്മൾ കൈ കൊണ്ട് തന്നെ പരത്തിയെടുക്കുക. ഇത് പരത്തി കഴിഞ്ഞാൽ നമുക്കിതൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊരു 3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിക്കാം. ബാക്കിയുള്ള മാവ് നന്നായിട്ട് കവർ ചെയ്തിട്ട് ഇതുണ്ടാക്കി തീരുന്നവരെ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. ഇപ്പോൾ ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. നല്ല ക്രിസ്പിയായി പിസ്സ വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകൾ ഭാഗത്ത് കുറച്ച് ഓയിൽ പുരട്ടി കൊടുക്കാം. മറിച്ചിട്ട് കഴിഞ്ഞാൽ എല്ലാ ഭാഗവും ഒരുപോലെ പൊങ്ങി വരാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കുത്തി കൊടുക്കാം. ഇനി ഇതിന് മുകളിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പിസ്സ സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിന് മുകളിൽ വൈറ്റ് സോസ് തേച്ച് കൊടുക്കുക. ഇനി ഇതിന് മുകളിലേക്ക് ഒലീവ്സ് വെച്ച് കൊടുക്കുക. പിന്നീട് ഇതിന് മുകളിലേക്ക് കുറച്ച് ഗ്രീൻ ക്യാപ്സിക്കാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇട്ട് കൊടുക്കുന്നത് തക്കാളി കുരു കളഞ്ഞിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. ചെറുതായി അരിഞ്ഞ കുറച്ച് സവാള കൂടി ഇട്ട് കൊടുക്കുക. എല്ലാം ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് പിസ്സ പാനിൽ നിന്ന് മാറ്റാം. ചൂടോട് കൂടി തന്നെ കഴിക്കുന്നതാണ് ടേസ്റ്റ്. നമ്മൾ ഇതേ അളവിൽ ഉണ്ടാക്കുകയാണെങ്കിൽ 7 to 8 പിസ്സ വരെ ഉണ്ടാക്കാൻ പറ്റും. ബാക്കിയുള്ളതും ഇതുപോലെ ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.